നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീൽ അണ്ടർ കാർലോ ആൻസ്ലോട്ടി കുഴപ്പമില്ലാത്തൊരു സ്റ്റാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മാച്ചുകളായിട്ട് നമ്മൾ എന്താണ് കാർലോ ആൻസ്ലോട്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഗ്ലിംസുകൾ കൂടുതൽ കാണുന്നുണ്ട്. ലാസ്റ്റ് മാച്ചിൽ ഇന്നലെ ഇന്ത്യൻ സമയം 4:30 നടന്ന മത്സരത്തിൽ സൗത്ത് കൊറിയനെ ബ്രസീൽ നേരിടുകയുണ്ടായി. ഇത് ഫ്രണ്ട്ലി മാച്ചാണ്. ഇതിന് നമുക്ക് ഒത്തിരി ബ്രസീൽ എപ്പോഴും ഇങ്ങനെ കളിക്കും, സൗത്ത് കൊറിയ കുഴപ്പമില്ലാത്തൊരു സൈഡാണ്, ഒരു ഒഫീഷ്യൽ മാച്ചല്ല, സോ അതിൻ്റെതായ ഇന്റൻസിറ്റി കുറവുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ആർഗ്യൂ ചെയ്യാമെങ്കിലും നമ്മൾ കണ്ടതിൽ നിന്നും എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എന്താണ് കാർലോ ആൻസലോട്ടി ബ്രസീലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൈ നമ്മൾ കുറച്ച് സീരിയസ്ലി ബ്രസീലിനെ നോക്കി കാണണം. ഇന്നലെ ബ്രസീൽ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഓൺ പേപ്പർ വിനീഷ്യസ് ഓൺ ദ ലെഫ്റ്റ്, റോഡ്രിഗോ ആസ് നമ്പർ 10, കുൻഹയാണ് സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചത്, എസ്താവിയോ ആണ് റൈറ്റിൽ കളിച്ചത്. റഫീന തിരിച്ചു വരുമ്പോൾ മേ ബി റഫീനയ്ക്ക് ഈസി ആയിരിക്കത്തില്ല ഈ സ്ക്വാഡിലോട്ട് കയറാൻ. എസ്താവിയോ അമ്മാതിരി പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. ഇന്നലത്തെ മാച്ച് 2 ഗോൾ അടിക്കുകയും ചെയ്തു. അതിലോട്ട് ഞാൻ വരാം. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, അവരുടെ സെൻട്രൽ പിവറ്റ് നോക്കുക, ബ്രൂണോ ഗിമാറസും അതുപോലെ തന്നെ കസമീറോ ആണ്. കസമീറോനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാർലോ ആൻസ്ലോട്ടിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കസമീറോയുടെ സ്ട്രെങ്ത് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണെന്ന് A to Z വരെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാർലോ ആൻസ്ലോട്ടിക്ക് അറിയാം. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബ്രൂണോ ഗിമാറസിനെ പുള്ളി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എടുത്തു കാണുന്നത്. ബ്രൂണോ ഗിമാറസ് ആണ് അവരുടെ എഞ്ചിൻ, അഥവാ അവരുടെ ഡീപ് പ്ലേയിങ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബ്രൂണോ ഗിമാറസ്. ബ്രൂണോ ഗിമാറസ് ആണ് നമുക്ക് വേണ ഒരു ടോണി ക്രൂസ് റോൾ കൊടുക്കുന്നു എന്ന് പറയാം. എന്തുകൊണ്ട് ടോണി ക്രൂസ് ആണെന്നല്ല പറയുന്നത്, ബട്ട് ടോണി ക്രൂസ് റോൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ടോണി ക്രൂസിനോടൊപ്പം അത്രയും വരത്തില്ലേലും ഓൺ ദ ബോൾ മോശമല്ലാത്തൊരു പ്ലെയർ, ആൻഡ് ഡിഫെൻസീവ്ലി ഈക്വലി കസമീറോടൊപ്പം തന്നെ വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയർ, ഗെയിം ചേഞ്ചറാണ്. ബിൽഡപ്പ് ഫേസിൽ നമ്മൾ കണ്ടത് ബ്രൂണോനെ ഡ്രോപ്പ് ചെയ്ത് കൂടുതൽ പുള്ളി ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിനീഷ്യസ് ജൂനിയറിൻ്റെ റോൾ ഈസ് ദാറ്റ് ഓഫ് ദ മെയിൻ മാൻ. ആരാണെന്ന് വെച്ചാൽ വിനീഷ്യസ് ജൂനിയറുടെ റോളാണ്. വിനീഷ്യസ് ജൂനിയർ ആണ് ശരിക്കും സെൻട്രൽ ചാനൽസ് ഒക്യുപ്പൈ ചെയ്തത്. അതിലോട്ട് ഞാൻ വരാം, നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം കാണിക്കാം. ഓൺ പേപ്പർ റോഡ്രിഗോ ആണ് നമ്പർ 10ഉം കുഞ്ഞയാണ് സെൻട്രൽ ഫോർവേഡെങ്കിലും വാട്ട് ആൻസലോട്ടി വാണ്ട് ഈസ് ഇവരെല്ലാവരും ഡ്രോപ്പ് ചെയ്യും. പുള്ളി റോഡ്രിഗോനെ കൂടുതൽ ലെഫ്റ്റിലോട്ട് വിടും, മെയിൻലി ഓഫ് ദ ബോൾ വർക്കിലോട്ട് വിടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ടും ന്യൂമറിക്കലി അവിടെ ഡിഫൻസീവ് സോളിഡാരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കുൻഹ ഡ്രോപ്പ് ചെയ്യും. ബേസിക്കലി കുൻഹയാണ് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു നമ്പർ 10 റോൾ, അഥവാ ഓഫ് ദ ബോൾ സെൻട്രൽ ചാനൽസിലും ബാക്കിലും മേ ബി വിനി കൊടുക്കാത്ത ആ ഒരു വർക്ക് ലോഡ് കുറച്ചുകൂടി കൊടുക്കേണ്ടത് ആരാന്ന് ചോദിച്ചാൽ കുൻഹയാണ്. ആൻഡ് നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കണ്ടിട്ടുണ്ട് അല്ലേ, അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ച ഒരു സീസൺ കാർലോ ആൻസലോട്ടിയുടെ അണ്ടർ 2023-24 സീസണിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിനീഷ്യസ് ജൂനിയർ വാസ് ദ മെയിൻ മാൻ അല്ലേ. വിനീഷ്യസ് ജൂനിയർ ആണ് കൗണ്ടർ അറ്റാക്സ് മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ചാനലിലൂടെ റൺ നടത്തിക്കൊണ്ട്, ഇവിടെ അത് തന്നെയാണ്. വിനീഷ്യസ് ജൂനിയറിനെയും കൊണ്ട് മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യിപ്പിക്കും, പർട്ടിക്കുലർ മോമെൻറ്റ്സുകളിൽ പ്രസ് ചെയ്യിപ്പിക്കും. ആൻഡ് സെൻട്രൽ ഏരിയാസിൽ ട്രാൻസിഷൻ ബ്രസീൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവർക്ക് വിനീഷ്യസ് ജൂനിയറിനെ സെൻട്രലിലൂടെ റണ്ണ് നടത്തുകയും വേണം. ആൻഡ് ഇവർക്ക് 4 പേർക്ക് കുൻഹ, എസ്താവിയോ വില്യൻ, ഇവർ റഫീന തിരിച്ചു വരുമ്പോൾ റഫീന ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും വിനി ആണെങ്കിലും ഇവർക്ക് 4 പേർക്ക് മൾട്ടിപ്പിളി പൊസിഷൻസ് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും. കംഫർട്ടാണ് മൂവ്മെൻറ്റ്സിനായിട്ട്. ഈവൻ ദോ ഒരു ടാർഗറ്റ് മാൻ ഓൺ പേപ്പർ ഇല്ലെങ്കിലും ഡിഫൻഡേഴ്സ് റിയലി കൺഫ്യൂസ്ഡ് ആവും. ആൻഡ് ട്രാൻസിഷനിൽ ഇറ്റ്സ് റിയലി ഡേഞ്ചറസ്. നമ്മൾ റയൽ മാഡ്രിഡ് സക്സസ് ആയി കണ്ട ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനാലാണ് എനിക്ക് നെയ്മർ ഈ ടീമിലോട്ട് വരിക ഓൾമോസ്റ്റ് ഡിഫിക്കൽട്ട് ആവുമെന്ന് തോന്നുന്നത്. കാരണം ഈ കാർലോ ആൻസലോട്ടിയുടെ ടീമിൽ നമ്പർ 10 കളിക്കുന്ന പ്ലെയർ റോഡ്രിഗോ ലെഫ്റ്റിലോട്ടും കുൻഹയാണ് ശരിക്കും ഓൺ പേപ്പർ വരുമ്പോഴേക്കും ഹി നീഡ്സ് ടു ബി എ റിയലി വർക്കഹോളിക് പ്ലെയർ. നെയ്മറിൻ്റെ കയ്യിൽ നിന്ന് ഓഫ് ദ ബോൾ കുൻഹ കൊടുക്കുന്ന മൂവ്മെൻറ്റ്സോ വർക്ക് ലോഡോ കിട്ടാൻ പോകുന്നില്ല. 3 ക്രിയേറ്റിവിറ്റി വരും 100%. ആൻഡ് വിനീഷ്യസ് ജൂനിയറിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെറ്റ്സ് ലെഫ്റ്റിലോട്ട് നമുക്ക് കളിപ്പിക്കാം, റോഡ്രിഗോയുടെ ആ റോൾ കൊടുക്കാം, അല്ലെങ്കിൽ കുൻഹയുടെ ആ റോൾ കൊടുക്കാം, നടക്കാൻ പോകുന്ന കാര്യമല്ല. വിനീഷ്യസ് ജൂനിയർ അത്യാവശ്യം ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എടുക്കും, പക്ഷേ മോമെൻറ്റ്സ് സെലക്ട് ചെയ്താണ് പ്രസ് ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ മെയിൻ മാനായിട്ട് ഏറ്റവും ഫൈനൽ തേടി നിൽക്കേണ്ട പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വിനീഷ്യസ് ജൂനിയർ. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പം ഈ പിക്ചറിൽ കാണാം. ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന അവരുടെ ഡിഫൻസ് ഒക്കെ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്താണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. പക്ഷേ എഡ്ജ് ഓഫ് ദ ബോക്സ് നിൽക്കുന്ന 3 പ്ലേയേഴ്സ് ആരാണ്? എസ്താവിയോ വില്യൻ, മത്തേസ് കുൻഹ, റോഡ്രിഗോ. വിനീഷ്യസ് ജൂനിയർ ഹയർ ഓഫ് ദ പിച്ചാണ്. ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിനി ആയിരിക്കണം ഫൈനൽ തേർഡിൽ ഏറ്റവും കൂടുതൽ, അഥവാ ഏറ്റവും ഹയർ ഓഫ് ദ പിച്ചിൽ നിന്ന് ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്ലെയർ ഷുഡ് ബി വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് ജൂനിയറിൻ്റെ പേസ്
യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്കാണെങ്കിൽ ഈ കുറച്ച് വിനി എക്സാമ്പിളിലൂടെ കാണാം. സോ നെയ്മർ ജൂനിയർ ഈ ടീമിലോട്ട് വന്നാൽ ആ നമ്പർ 10 റോൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. കാരണം 2 ക്യാരിയേഴ്സ് വെച്ച് പോവുക ഓൾമോസ്റ്റ് പാടായിരിക്കും ഓഫ് ദ ബോൾ. ആൻഡ് വിനിയുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം വർക്ക് ലോഡ് കിട്ടുകയും ചെയ്യും. സോ നെയ്മർ ഐ മൈറ്റ് ബി റോങ്, മിക്കവാറും ടീമിലോട്ട് തിരിച്ചു വരാം, സ്ക്വാഡിൽ ഉൾപ്പെടുത്താം. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഇനീഷ്യൽ തോട്ട് വെച്ച് ഈ സിസ്റ്റമാണ് ആൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ തിങ്ക് നെയ്മറിന് സ്ക്വാഡിൽ ഇടം നേടുക, സ്റ്റാർട്ട് ചെയ്യുക ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിളാണ് മൂവ്മെൻറ്റ്സിൻ്റെ. സോ അവിടെ റോഡ്രിഗോയിലോട്ട് ബോൾ പോവുകയാണ്. സോ റോഡ്രിഗോ ബോൾ കിട്ടുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം മത്തേസ് കുൻഹയുടെ മൂവ്മെൻറ്റ് കാണാം. അവിടെ വിനീഷ്യസ് ജൂനിയറുടെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം, ഒരു സെൻട്രൽ ചാനൽസിലാണ്. വിനി സെൻട്രലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ്. ആൻഡ് വിനി സെൻട്രലിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വിനീഷ്യസ് ജൂനിയറിലോട്ട് റോഡ്രിഗോ ബോൾ കൊടുത്തിട്ട് റോഡ്രിഗോ ആ സെൻട്രൽ ചാനലിലോട്ട് റൺ നടത്തുവാണ്, ആ സ്പേസിലോട്ട്. ആൻഡ് റോഡ്രിഗോ ആ റൺ നടത്തുന്നു, വിനി ബാക്കിലോട്ട് ഒരു പാസ് കൊടുക്കുന്നു. ആൻഡ് വിനിയിലോട്ട് ബോൾ കിട്ടുകയാണ്. ആൻഡ് റോഡ്രിഗോ ആ സ്പേസ് എക്യുപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാം. സോ ഈ ഒരു സിനാരിയോയിൽ വിനീഷ്യസ് ജൂനിയറിന് അവിടെ ഒരു ഷോട്ട് എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ആവുകയാണ്. അവിടെ എസ്താവിയോ ഫാർ റൈറ്റിൽ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ നിന്ന് വിനി ഒരു ഷോട്ട് എടുക്കുന്ന സിനാരിയോ ആണ് നമ്മൾ കാണുന്നത്. ജസ്റ്റ് വൈഡിലൂടെ പോവുകയാണ്. സോ വിനിക്ക് അവിടെ ഒരു ഷോട്ട് എടുക്കാനായിട്ടുള്ള സ്പേസ്, നമ്പേഴ്സ് ബാക്കിലുണ്ടെന്ന് പറഞ്ഞാൽ ഷോട്ട് എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആണ്, ഞാൻ വിനിയുടെ സെൻട്രൽ ചാനൽസിലുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചാൽ. പിന്നെ അനദർ എക്സാമ്പിൾ, വിനീഷ്യസ് ജൂനിയർ മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്ത് പറയുമെന്ന് പറയുന്ന ഇതാണ്. സോ നിങ്ങൾക്ക് ഇപ്പം കാണാം ഈ ഒരു സിനാരിയോയിൽ മത്തേസ് കുൻഹയും വിനിയുമാണ്. വിനി ആണെങ്കിൽ അവിടെ വന്ന് പ്രസ് ചെയ്യുകയാണ് ആ പ്ലെയറിനെ, ബോൾ വിൻ ചെയ്യാണ്, ഒരു ടാക്കിൾ കമ്മിറ്റ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നത്. റോഡ്രിഗോ ആണെങ്കിൽ ലെഫ്റ്റിക്കാണ്, എസ്താവിയാണ് റൈറ്റിക്കാണ്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പം കാണാം ഒരു ട്രാൻസിഷൻ ബ്രസീൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ എസ്താവിയോ വിനീനെ റിലീസ് ചെയ്യുന്നു. സോ വിനിയാണ് സെൻട്രൽ ചാനലിലൂടെ റൺ നടത്തുന്നത്. നിങ്ങൾക്ക് കാണാം റോഡ്രിഗോ ആണ് ലെഫ്റ്റിലൂടെ ഹാഫ് സ്പേസിലൂടെ റൺ നടത്തുന്നത്. ആൻഡ് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് റോഡ്രിഗോയുടെ ഷോട്ട് നമ്മൾ നോക്കാനായിട്ടാണ്, ഗോൾ കീപ്പർ സേവ് ചെയ്യണം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ. സെൻട്രൽ ചാനൽസിലാണ് കൂടുതലും വിനീഷ്യസ് ജൂനിയർ ഒക്യുപ്പ് ചെയ്യുന്നത്. ഓൺ പേപ്പർ ലെഫ്റ്റിലാണെങ്കിലും സെൻട്രൽ ട്രാൻസിഷനിൽ ഇപ്പോൾ കാർലോ ആൻസലോട്ടി ബ്രസീലിനെ കളിക്കുന്ന പൊസഷൻ ഡോമിനേഷൻ ഗെയിം അല്ല, ഡിഫൻസ് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുക. ബ്രൂണോയും കസമീറോയാണ് നമ്മുടെ ബേസ്. ആൻഡ് വിനീഷ്യസ് ജൂനിയറിലൂടെ നമ്മുടെ ട്രാൻസിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, സെൻട്രൽ ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. റോഡ്രിഗോ ഓൺ ദ ലെഫ്റ്റ്, കുൻഹ നല്ല വർക്ക്. കുൻഹ മൈറ്റ് നോട്ട് സ്കോർ ടു മച്ച് ഗോൾസ്. ജോ പെഡ്രോ വരുമ്പോൾ ജോ പെഡ്രോയ്ക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ വർക്ക് ലോഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിച്ച 2 സിനാരിയോയിലും കാണാം കുൻഹ എന്തുമാത്രം ഡിസ്റ്റൻസാണ് പിച്ചാണ് കവർ ചെയ്യുന്നതെന്നും. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം എസ്താവിയോ ആണ് റൈറ്റ് ഹാൻഡ് സൈഡിലെ വർക്ക് ലോഡ് എടുക്കേണ്ട പ്ലെയറും. സോ പക്ഷേ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. സോ അതാണ് ഇപ്പോൾ റൈറ്റ് നോ നെയ്മറിന് ആ ഒരു നമ്പർ 10 റോൾ സ്റ്റാർട്ട് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ആൻഡ് അനദർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ മത്തേസ് കുൻഹയുടെ കാലിലാണ് ബോൾ. എസ്താവിയോനെ നിങ്ങൾക്ക് റൈറ്റിൽ കാണാം, റോഡ്രിഗോനെ ലെഫ്റ്റിൽ കാണാം. വിനിയാണ് ആ സെൻട്രൽ ചാനലിലോട്ട് റൺ നടത്തുന്നത് ഇപ്പോൾ. സോ അനദർ എക്സാമ്പിൾ, മറ്റൊരു സിനാരി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എസ്താവിയോ വില്യനെ റിലീസ് ചെയ്യുവാണ്. ആര്? മത്തേസ് കുൻഹ. എസ്താവിയോ വില്യനോട്ട് വരുന്നു. അനദർ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണാം വിനിയാണ് ആ സെൻട്രൽ ചാനൽ ഒക്യുപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് നിങ്ങൾക്ക് കാണാം എസ്താവിയോനെ സപ്പോർട്ട് ചെയ്ത് കുൻഹ അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് നടത്തുന്നു. ആൻഡ് കുൻഹയുടെ ക്രോസ് ഇൻ ടു ദ ബോക്സ്. അവിടെ വിനീഷ്യസ് ജൂനിയർ ആണ് ആ ബോക്സിലോട്ട് ആ സെൻട്രൽ ചാനലിലോട്ട് വരുന്നത്. സോ സെൻട്രൽ ചാനൽസ് ഒക്യുപ്പൈ ചെയ്യുക ട്രാൻസിഷനിൽ ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് വിനീഷ്യസ് ജൂനിയർ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർലി കാണാം. കൂടാതെ മത്തേസ് കുൻഹ നിങ്ങൾക്ക് കാണാം ബോൾ റിലീസ് ചെയ്തിട്ട് പുള്ളി ആ റണ്ണ് നടത്തി എസ്താവിയോനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സോ ആ ഒരു പേസ് വേണം, അഗ്രഷൻ വേണം, വർക്ക് ലോഡ് വേണം. അത് നെയ്മറിനെ നിന്ന് കിട്ടുമോ? അഥവാ ആ റോഡിലോട്ട് വിനീഷ്യസ് ജൂനിയറിനെ ആക്കാൻ പറ്റുമോ? അല്ലെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും. അല്ലെ റോഡ്രിഗോ ക്യാൻ ഡു ദാറ്റ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റോഡ്രിഗോ ഓഫ് ദ ബോൾ കൊടുക്കുന്ന ആ വർക്ക് ലോഡ് നിങ്ങൾക്ക് കാണാം. റോഡ്രിഗോ റിയലി ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. വിനി ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ ചാനൽസിലോട്ടും റോഡ്രിഗോ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാൻ ഇനി വരുമ്പോഴേക്കും. ആൻഡ് അതാണ് പറയുന്നത്, ആ ഒരു വർക്ക് ലോഡ് ബാക്കി 3 പ്ലേയേഴ്സിൻ്റെ നിന്ന് നല്ല പോലെ കിട്ടണം. സോ നെയ്മർ അഥവാ സ്ക്വാഡിൽ നേടിയാൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇപ്പം കുറവ് കാണുന്നത് അതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. സോ അനദർ സിനാരിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം, വിനീഷ്യസ് ജൂനിയർ ആണ് 5ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ എക്സാക്ട്ലി എന്തുകൊണ്ട് ആ ഒരു ട്രാൻസിഷനിൽ വിനീനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇത്. നമ്മൾ റയൽ മാഡ്രിഡിൽ പലതവണ കാർലോ ആൻസലോട്ടി എംബാപ്പെ വരുന്നതിന് മുമ്പത്തെ സീസൺ നമ്മൾ കണ്ട ഒരു ഐറ്റമാണ്. സോ ഇവിടെ കാണാം ആ ഗോൾ കീപ്പർ വന്ന് പഞ്ച് ചെയ്യുവാണ്, കുൻഹയുടെ കാലിലോട്ട് ബോൾ കിട്ടുന്നു. ആൻഡ് കുൻഹ ബോൾ റിലീസ് ചെയ്യുവാണ്. ആൻഡ് സെൻറ്ററിലൂടെ റൺ നടത്തുന്ന ആരാണ്? വിനീഷ്യസ് ജൂനിയറിൻ്റെ പേസ് അവിടെ എക്സ്പ്ലോയിറ്റഡ് ആക്കുകയാണ്. ആൾ ഇൻ ബിഹൈൻഡ് റൺ എടുത്തുന്നു, ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യുന്നു, ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു. ആൻഡ് കംഫർട്ടബിളി ആൾ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഇതാണ് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിനെ എന്നുള്ള ഇൻ ബിഹൈൻഡ് റൺസ് ട്രാൻസിഷനിൽ ഹിറ്റ് ചെയ്യുക. അത് തന്നെയാണ് കാർലോ ആൻസലോട്ടി ഉദ്ദേശിക്കുന്നത്. ആൻഡ് അനദർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, റോഡ്രിഗോ ഇന്നലെ 2 ഗോൾസ് സ്കോർ ചെയ്തു. ഓക്കെ, ആൻഡ് ഇവരുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് അഥവാ പ്രസ്സിംഗ് സ്ട്രക്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ അഥവാ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ റോഡ്രിഗോ നേടിയ 2ാമത്തെ ഗോൾ, അതായത് ഇവർ സ്കോർ ചെയ്ത 4ാമത്തെ ഗോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞല്ലോ കസമീറോയും ബ്രൂണോയും
അവർ രണ്ടുപേരും ബേസിൽ നിൽപ്പുണ്ട്, അവർ മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുകയും ചെയ്യും. സോ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം പ്രസ്സിംഗ് സ്ട്രക്ചർ ക്ലിയർലി വിസിബിൾ ആണ്. അവിടെ വിനീഷ്യസ് ജൂനിയർ സെൻട്രലി ഓക്യുപ്പൈ ചെയ്യുന്നതാണ്, ആ പ്ലെയറിലോട്ടുള്ള പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യുകയാണ്. ആൻഡ് അവിടെ എസ്താവിയോ വന്ന് അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്കിപ്പം പ്ലെയേഴ്സ് പൊസിഷൻ ചെയ്തിരിക്കുന്ന കാണാം. ഇപ്പം ബ്രസീലിലെ പ്ലെയേഴ്സ് അക്യുറേറ്റ്ലി എല്ലാവരെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു പാസിംഗ് ഓപ്ഷൻ ഓപ്പൺ ആവുകയാണ്, കാരണം അവിടെ ഒരു എസ്താവിയോയുടെ ആ സൈഡിലാണ് 2 പ്ലെയേഴ്സ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് അവിടെ ആ ഒരു പാസിംഗ് ഓപ്ഷൻ ഓപ്പൺ ആകുമ്പോഴേക്കും നിങ്ങളുടെ മത്തേസ് കുഞ്ഞ തൻ്റെ മാർക്കറിനെ വിട്ട് ക്വിക്ലി ജമ്പ് ചെയ്യുകയാണ്. ആൻഡ് അവിടെ നിങ്ങൾക്ക് ബ്രൂണോ ഗിമാറസിൻ്റെ മൂവ്മെൻറ്റ് ചെറുതായിട്ട് കാണും. ബ്രൂണോ ഗിമാറസ് ഓക്കെ, ആ പ്ലെയർ ഫ്രീ ആണ്, എനിക്കൊരു പ്ലെയറിനെ കൂടെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാൻ ഈ 2 പ്ലെയേഴ്സിനെയും ഈക്വലി നോക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് കസമീറോ ബാക്കിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു സിനാരിയോയിൽ അവിടെ കുൻഹ തൻ്റെ പ്രഷറിലോട്ട് ചാടി വീഴുന്നു. സോ പുള്ളിക്ക് ഫ്രണ്ടിലോട്ട് ഈവൻ ദോ ആ ഒരു പ്ലെയർ ഫ്രീ ആണ്, ആ പ്ലെയറിലോട്ടുള്ള പാസിംഗ് ലൈൻ ഓപ്പൺ ആണെങ്കിലും കുൻഹയുടെ പ്രസ് കാരണം ആ ഒരു പാസ് ഓപ്പൺ ആവുന്നില്ല. കൂടാതെ കസമീറോ ആണെങ്കിലും ബ്രൂണോ ഗിമാറസ് ആണെങ്കിലും ജമ്പ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ ആ പ്ലെയർ ഫോഴ്സ്ഡ് ആവുകയാണ് ബാക്കിലോട്ട് പോകാനായിട്ട്. ആൻഡ് ബാക്കിലോട്ട് ആ ലെഫ്റ്റ് നിൽക്കുന്ന അവർ ആ പ്ലെയറിലോട്ട് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം എസ്താവിയോയും കുൻഹയും പെട്ടെന്ന് ചാടി വീഴുകയാണ്. ഓക്കെ, ആ പ്ലെയറിനെ എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യണം, ബോൾ പാനിക്ഡ് ആവുകയാണ്. അതിൻ്റെ ആൾ എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പാസ് ആ പ്ലെയറിലോട്ട് വരുന്നത് ബ്രൂണോ ഗിമാറസ് സെൻസ് ചെയ്യുകയാണ്, പുള്ളി ചാടി വീഴുകയാണ്, ആ ബോൾ വിൻ ചെയ്യാണ്. കസമീറോയും ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ആ ഒരു പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. സോ ആ ബോൾ കസമീറോ എടുത്തുകൊണ്ട് പോകുന്നു, ബ്രൂണോ ഗിമാറസ് വിൻ ചെയ്യുന്നു. ആൻഡ് അവിടെ വിനീഷ്യസ് ജൂനിയറിനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് എസ്താവിയോ റൈറ്റിലൂടെ റൺ നടത്തുന്നത് കാണാം. പക്ഷേ അപ്പുറത്ത് വിനി കാണുന്നുണ്ട്, റോഡ്രിഗോ ഫ്രീ ആണ്, റോഡ്രിഗോയിലോട്ട് ആൾ ബോൾ കൊടുക്കുന്നു. ആൻഡ് റോഡ്രിഗോ അവിടെ ഫിനിഷ് ചെയ്യുകയാണ്. ഒരു 4-0 ലീഡാക്കുന്ന ഒരു ഗോളാണ്. സോ അവിടെ നിങ്ങൾക്ക് ക്ലിയർലി വിസിബിൾ ആവാവുന്ന കാര്യമാണ് പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുക, മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക. സോ എസ്തിവാവോ അവിടെ കുൻഹയുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കാണാം. റിയലി ആ 2 പ്ലേയേഴ്സിനെ അറ്റ് ദ സെയിം ടൈം മാർക്ക് ചെയ്ത്. അതുപോലെ തന്നെയാണ് ബ്രൂണോയും കസമീറോ റൈറ്റ് ആയിട്ട് ഇപ്പോൾ പ്രസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. സോ അഗ്രസീവ്ലി ഓടി നടന്ന് പ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് റൈറ്റ് ആയിട്ട് പ്രസ് ചെയ്യുക. 4th ഗോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. സോ അതാണ് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടീമിൽ ഈ ഒരു പ്രസ്സിംഗ് സ്ട്രക്ചർ. സോ അവിടുന്ന് റോഡ്രിഗോയുടെ 2ാമത്തെ ഗോൾ നിങ്ങൾ കാണുവാണെങ്കിൽ അനദർ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിനീഷ്യസ് ആണ് ലെഫ്റ്റിൽ നിൽക്കുന്നത്, അവൻ്റെ മൂവ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. റോഡ്രിഗോ സെൻട്രലിലാണ്. ആൻഡ് വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോയിലോട്ട് ആ ഒരു പാസ് റിലീസ് ചെയ്യുകയാണ്. അവിടെ റോഡ്രിഗോ പുറകിൽ കസമീറോ നിൽക്കുന്ന ആളാണ്, അത് ലീവ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഡിഫൻഡർ ബീറ്റ് ആവുകയാണ്. അടുത്ത മൂവ്മെൻറ്റിൽ കസമീറോ നൈസിൽ റോഡ്രിഗോയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആൻഡ് റോഡ്രിഗോയുടെ അവിടെ നിന്നുള്ള ഒരു കിഡിലൻ ഫിനിഷ് നിങ്ങൾക്ക് കാണാം. ആളുടെ ഫസ്റ്റ് ഗോൾ ഇതാണ്, 2nd ഗോളാണ് മാച്ചിൽ. ആൻഡ് നിങ്ങൾക്ക് ഇത് കാണാം, കംഫർട്ടബിളി ആൾ ഫിനിഷ് ചെയ്യുകയാണ്. സോ ആ ഗോളിലൂടെയാണ് 2-0 ലീഡ് എടുക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നത്. സോ അനദർ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ, ഇംപ്രസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എസ്താവിയോ അല്ലേ. എസ്താവിയോ നമുക്കറിയാം ലാസ്റ്റ് മാച്ചിൽ ചെൽസിക്ക് വേണ്ടി ലിവർപൂളിന് അഗേൻസ്റ്റ് ഒരു 1.5 പെർഫോമൻസ് ആണ്. ആൻഡ് ഇന്നലെ 2 ഗോൾ ആൾ സ്കോർ ചെയ്തു. സോ ആളെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും മൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ടോപ്പ് നോച്ച് ആയിരുന്നു. സോ നമ്മൾ റോഡ്രിഗോയും വിനിയും തമ്മിലുള്ള ആ ഒരു ഇൻ്റർചേഞ്ചും ആ ഒരു സൈഡിലുള്ള പ്ലേനെ കുറിച്ച് പറഞ്ഞു. ബട്ട് കുൻഹയാണ് പലപ്പോഴും എസ്തിവാവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റൈറ്റിലോട്ട് ആ ഒരു റണ്ണ് നടത്തുന്നതും സപ്പോർട്ടിങ് ഇതായിട്ട് നിൽക്കുന്നു. ബട്ട് എസ്തിവാവിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് വിത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറയാം, ഹാഫ് സ്പേസിലും ഓപ്പറേറ്റ് ചെയ്യാൻ ഈസ് റിയലി കംഫർട്ടബിൾ. സോ റഫീന തിരിച്ചു വന്നാൽ റഫീനയ്ക്കും വിത്ത് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം, ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഹീസ് കംഫർട്ടബിൾ. സോ റഫീന ആൻഡ് എസ്തിവാവയ്ക്ക് ഇടയിലായിരിക്കും മേ ബി റൈറ്റ് ഹാൻഡ് സൈഡിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ തോന്നുന്നു. ഐ തിങ്ക് റോഡ്രിഗോ മിക്കവാറും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, ബിക്കോസ് ഓഫ് വിനി റോഡ്രിഗോയ്ക്ക് ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ടോപ്പ് നോച്ചാണ്. സോ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം എസ്തിവാവ ബ്രസീൽ സ്കോർ ചെയ്ത ഫസ്റ്റ് ഗോൾ. അവിടെ ആ ഒരു ബോളുമായിട്ട് റോഡ്രിഗോ ഫ്രണ്ടിലോട്ട് വരുവാണ്. വിനി നിങ്ങൾക്ക് കാണാം മൂവ്മെൻറ്റ് നടത്തുന്നത്. ആൻഡ് വിനി മൂവ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് കാണാം ഡിഫൻഡറിനെ ഡ്രാഗ് ചെയ്യുകയാണ്. വിനിയോടൊപ്പം ഒരു ഡിഫൻഡർ എണ്ണ എടുത്തുനിന്ന് ഡ്രാഗ് ചെയ്യുന്നു, സെൻട്രലി ആ സ്പേസ് ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്ക് കാണാം. ആൻഡ് റോഡ്രിഗോ ബോളുമായിട്ട് വരുവാണ്. ആൻഡ് റോഡ്രിഗോ ബ്രൂണോ ഗിമാറസിനെ കാണുകയാണ്. ബ്രൂണോ ഗിമാറസിലോട്ട് പാസ് കൊടുക്കുന്നു. ആൻഡ് റോഡ്രിഗോ ആ സ്പേസിലോട്ട് റണ്ണും എടുത്തോളൂ. ഓക്കെ, ബ്രൂണോ ഗിമാറസിനെ ആ ഒരു സ്പേസിലോട്ടും വേണേൽ ബോൾ ഇടാം. ഓക്കെ, റോഡ്രിഗോ ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുന്നു. നിങ്ങൾക്കിപ്പം കാണാം വിനീഷ്യസ് ലെഫ്റ്റിൽ ഫ്രീ ആണ്. സോ അതിൽ റോഡ്രിഗോ ആ ഒരു സ്പേസിലോട്ട് റണ്ണ് നടത്തുമ്പോഴേക്കും ആ 2 ഡിഫൻഡേഴ്സിനെ ഫോക്കസ് റോഡ്രിഗോയിലോട്ട് പോകുന്നു. അവിടെ എസ്തിവാവോൻ്റെ റണ്ണ് ബ്രൂണോ ഗിമാറസ് കാണുന്നു. ബ്രൂണോ ഗിമാറസിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് പാസ്, ലൈൻ ബ്രേക്കിംഗ് പാസ് ടു എസ്തിവാവോൻ്റെ ഒരു കിഡിലൻ ഫിനിഷ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഗോൾ ബ്രസീൽ സ്കോർ ചെയ്യാണ്. അവിടെ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സിനാരിയോ എന്നാണ്, ആ റോഡ്രിഗോയുടെ മൂവ്മെൻറ്റിലൂടെ ആ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നു, അങ്ങോട്ടേക്ക് റണ്ണ് നടത്തുന്നു. അവിടെ വിനി ഫ്രീ ആണ്. വിനി ആ മൂവ്മെൻറ്റിലൂടെ ഫസ്റ്റ് ഡിഫൻഡറെ ഡ്രാഗ് ചെയ്യുന്നു. പിന്നെ റോഡ്രിഗോ ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുമ്പോഴേക്കും വിനി അപ്പുറത്ത് ഫ്രീ ആണ്. സോ ഒരു ഫ്രീ പാസിംഗ് ഓപ്ഷനായിട്ട് വിനിയും ലെഫ്റ്റിലുണ്ട്.
പക്ഷേ നിങ്ങൾക്കാണ് ആ മൂവ്മെന്റ് നടത്തുമ്പോൾ സെൻറ്റർ ബാക്സിൻ്റെ ഫോക്കസ് റോഡ്രിഗോയിലോട്ട് പോകണം. സോ മൂവ്മെന്റ്സ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത് ഏത് ടോപ്പ് ടീംസിന് അഗേൻസ്റ്റ് ആണ്. ഇപ്പം നാളെ വന്നിട്ട് ഫ്രാൻസിന് അഗേൻസ്റ്റ് ആണ് ബ്രസീൽ കളിപ്പിക്കുന്നെങ്കിലും മൂവ്മെന്റ്സ് ഇവരിങ്ങനെ നടത്തുമ്പോഴേക്കും ഏത് ലോകത്തിലെ ഏറ്റവും ബിഗ് ഡിഫൻഡേഴ്സും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ലിവർപൂളിൽ വേഴ്സസ് ചെൽസി മാച്ചിൽ നമ്മൾ കണ്ടാണ് മൂവ്മെന്റ്സ് വരുമ്പോഴേക്കും ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ ടോപ്പ് ഡിഫൻഡേഴ്സും കൺഫ്യൂസ്ഡ് ആവുന്ന സിനാരി നമ്മളുണ്ട്. അഗെയിൻസ്റ്റ് PSG എല്ലാ ടീമുകളും വറിയുന്ന നമ്മൾ കണ്ടു. സോ ആ മൂവ്മെന്റ്സ് വരുന്നത് റിയലി വറിയിങ് ആയിട്ടുള്ള കാര്യമാണ് സെൻറ്റർ ബാക്സിന്. അവിടെ എസ്റ്റിവാവോനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ബ്രൂണോ ഗിമാറസ് പോലത്തെ ഒക്കെയുള്ളൊരു പാസിംഗ് ഓപ്ഷനും ഉണ്ട്. ആൻഡ് എസ്റ്റിവാവോനെ ആൾ ഫൈൻഡ് ചെയ്യുന്നു, അവിടെ ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് എസ്റ്റിവാവിന് സെക്കൻഡ് ഗോൾ കിമ്മിഞ്ചയുടെ ഒരു മിസ്റ്റേക്കാണ്. കിമ്മിഞ്ചനെ ചെന്ന് പ്രസ് ചെയ്യുന്നു, ആള് ബോൾ വിൻ ചെയ്യുന്നു ആൻഡ് സിംപിളി ബോക്സിലോട്ട് കയറി ആൾ ഫിനിഷ് ചെയ്യുന്നു. അതാണ് ആളുടെ രണ്ടാമത്തെ ഗോൾ, അഥവാ ഇവർ സ്കോർ ചെയ്ത മാച്ചിലെ മൂന്നാമത്തെ ഗോളായിരുന്നു. സോ ഇതാണ് ഓവറോൾ ഇന്നലത്തെ മാച്ച് നടന്ന ഗോളുകളും സിനാരിയോസും ഒക്കെ. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വൈസ് കാണിച്ചു തന്നേ ഉള്ളൂ എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി വിനീഷ്യസ് ജൂനിയർ ഈസ് എ മാൻ ഹൂ ഈസ് മൂവിങ് ത്രൂ ദ സെൻറ്റർ ട്രാൻസിഷൻ ഫേസിൽ. റോഡ്രിഗോയും വിനിക്കും ഇടയിൽ ചെറിയ ചേഞ്ചുകൾ നമ്മൾ കാണാം ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം. സോ സ്പേസസ് ക്രിയേറ്റ് ആവും, മൂവ്മെന്റിലൂടെ ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം സ്പേസസ് ക്രിയേറ്റഡ് ആവും, അല്ലെ ട്രാൻസിഷനെ ഹിറ്റ് ചെയ്യുക പേസ് ത്രൂ. എസ്റ്റിവാവോനെ കുഞ്ഞയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നുണ്ട്. കുഞ്ഞയ്ക്ക് ഈക്വലി സെൻട്രൽ ചാനൽസിൽ ഓഫ് ദ ബോൾ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ജാവപ്പെട്ടറെ കുഞ്ഞയെ തിരിച്ചു വന്നാലും ദേ മൈറ്റ് നോട്ട് സ്കോർ ടു മച്ച് ഗോൾസ്, പക്ഷേ അവർക്ക് നല്ല വർക്ക് ലോഡ് എടുക്കേണ്ട എല്ലാ സിനാരിയോസും വരും. സോ റോഡ്രിഗോ, എസ്റ്റിവാവോ, വിനീഷ്യസ് ജൂനിയർ, കുൻഹ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഫോർ ഉണ്ട് വർക്ക് ലോഡ് എടുക്കുന്ന ഒരു ഫ്രണ്ട് ഫോർ. വിനീഷ്യസ് ജൂനിയർ മോമെന്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുന്നു, മോമെന്റ്സിലൂടെ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്ത് ട്രാക്ക് ബാക്ക് ചെയ്ത് ബോൾസ് വിൻ ചെയ്യുന്ന സിനാരിയാണ്. ബട്ട് മെയിൻലി വിനീനെ അവർക്ക് വേണ്ടത് ഫൈനൽ തേർഡിലാണ്, അതാ റൺസ് നടത്താനായിട്ടാണ്. സോ ഇതാണ് പുള്ളി ഓവറോൾ ഉദ്ദേശിക്കുന്ന. ബ്രൂണോയും കസമീറോയും ആ ഒരു ഡബിൾ പിവറ്റിൽ നിങ്ങൾക്ക് കാണാം നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അവർ ഓക്കെ 4-0 ആയി നമുക്കിനി ഓപ്പണായി 5-0ക്ക് വേണ്ടി പോകാമെന്നല്ല അവർ നോക്കുന്നത്. അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് ട്രാൻസിഷന് ഹിറ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. സൗത്ത് കൊറിയ നമ്മളെക്കാളും ചെറിയ ടീമാണെന്ന് പറഞ്ഞാൽ അവർ നിൽക്കുക, അവർ ട്രാൻസിഷന് ഹിറ്റ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. പൊസഷൻ ഒപ്പോണന്റിന് കൊടുക്കാൻ ബ്രസീൽ ആർ ഹാപ്പി. സോ ഫുൾ ബാക്ക് സിനാരിയോയും കൂടെ ഇന്നലെ വിറ്റീനോ മറ്റുമൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫുൾ ബാക്ക്സ് ആയിട്ട് അവർ മോശമായിരുന്നെന്നല്ല, ദേ ഡിഡ് ഓക്കെ. ബട്ട് അഗെയിൻസ്റ്റ് ബിഗർ ഒപ്പോണൻസ് ഐ തിങ്ക് കാർലോസ് അഗുസ്തോയോ വാൻഡർസണോ ഒക്കെ പോലത്തെ പ്ലേയേഴ്സ് വരുന്ന, ആൻഡ് മെയിൻലി വെസ്ലി മിക്കവാറും ഒരു ക്രൂഷ്യൽ ആവും തോന്നുന്നുണ്ട്. സോ വെസ്ലി, കാർലോസ് അഗുസ്തോ ഐ തിങ്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ പ്ലെയർ എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫീൽ. സോ മേ ബി അവരൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് ആൻഡ് അണ്ടർലാപ്പിംഗ് റൺസ് കിട്ടും, വിച്ച് ഈസ് ഗുഡ് ടു സി. ആൻഡ് മാർക്കിനസ്, ഗബ്രിയൽ, അല്ലെങ്കിൽ ഐ തിങ്ക് ഗബ്രിയൽ ആൻഡ് മിലിറ്റോവ് ഇതായിരിക്കും പുള്ളിയുടെ പ്രിഫേർഡ് ബാക്ക് ടു തോന്നുന്നുണ്ട്. രണ്ടുപേരും നല്ല ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്സ് ആണ്, അഗ്രസീവ് ആണ്, സിറ്റ് ബാക്ക് ചെയ്യാനും അറിയാം, ബോളായിട്ട് പ്രോഗ്രസ് ചെയ്യാനും അറിയാം. ദേ ആർ ഗുഡ് വിത്ത് ദ പാസിംഗ്, നല്ല പാസിംഗ് റേഞ്ച് ഉള്ള രണ്ട് സെൻറ്റർ ബാക്സുമാണ്. ആൻഡ് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറും ഉണ്ട്. സോ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈ വിനിയുടെയൊക്കെ റൺസ് സ്പോട്ട് ചെയ്യാനായിട്ട് ഈ സെൻറ്റർ ബാക്സിനും സാധിക്കും. ഗോൾ കീപ്പറായിട്ട് അലിസ് ഇന്നലെ ബെറ്റർ ആയിരുന്നു, പക്ഷേ അലിസണോ എഡർസണോ ഒക്കെയാണ് അവർക്കും ആ ഒരു റണ്ണ് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ബ്രൂണോ ഗിമാറസിന് ഐ തിങ്ക് ഓൺ ദ ബോൾ ദേ ആർ യൂട്ടിലൈസിങ് ബ്രൂണോ ഗിമാറസ് ത്രൂ പ്രോഗ്രസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ്. കസമീറോ പക്ക ഡിസ്ട്രോയർ റോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആളും ഫൈനൽ തേർഡിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആൻസലോട്ടി ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ജപ്പാൻ അഗെയിൻസ്റ്റ് എങ്ങനെ കളിക്കുന്നത്. ഐ തിങ്ക് കൊറിയനേക്കാൾ ഒരു ഫൈറ്റ് ജപ്പാൻ കൊടുക്കുമായിരിക്കും. ആ മാച്ചിനെ കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബ്രസീൽ ടീമിനെ കുറിച്ചുള്ള ഇനീഷ്യൽ തോട്ട്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.